യൂത്ത് ലീഗ് പ്രതിഷേധത്തിൽ സംഘർഷം. ഷഹദ് റഹ്മാനാണ് ചേരുന്ന വിവരങ്ങളുമായി. ഷഹദ്, എന്താണ് സംഘർഷത്തിലേക്ക് നയിച്ചത്? വലിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥ അവിടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സ്മിത, കാരണം അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ യൂത്ത് ലീഗ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിലേക്ക് ഇത്തരത്തിൽ പ്രതിഷേധവുമായി വന്നിട്ടുണ്ടായിരുന്നത്. അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണം, ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ, അതായത് കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഇടമാണ് കോഴിക്കോട് പുഷ്പ ജംഗ്ഷൻ. ആ ജംഗ്ഷനിലൊക്കെയാണ് ഇത്തരത്തിൽ യൂത്ത് ലീഗ് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. ആ പ്രതിഷേധം, അതായത് ഇവര് സമരം നടത്തി 5 മിനിറ്റ് ആകുമ്പോഴേക്കും പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കി. അത് സംഘർഷത്തിലേക്ക് വഴിമാറി. ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യൂത്ത് ലീഗിന്റെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വനിതാ പോലീസ് ഇടപെട്ട് ഫാത്തിമ തഹ്ലിയെ വാഹനത്തിൽ പിടിച്ചു കയറ്റി. പിന്നീട് പോലീസിന്റെ വാഹനം ചെയ്യാൻ ഒരു വിഭാഗം യൂത്ത് പ്രവർത്തകർ ശ്രമിച്ചു. അതിനിടയിൽ സംഘർഷമായി. ഇപ്പോഴും ആ സംഘർഷത്തിന് യാതൊരു വിധത്തിലുള്ള അഴവും വന്നിട്ടില്ല. കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ പോലീസുമായി വാക്കേറ്റം നടക്കുകയാണ്. ഒരു വിഭാഗം പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം പ്രവർത്തകർ ഇത്തരത്തിൽ കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ സംഘടിച്ച ഇപ്പോൾ പോലീസുമായി വാക്കേറ്റം നടത്തുകയാണ് എന്നുള്ളതാണ്. അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിൽ യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബാക്കി പത്രം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. വനിതാ നേതാക്കളെ ഉൾപ്പെടെ പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ പ്രതിഷേധക്കാർ അതൊന്നും വകവയ്ക്കുന്നില്ല. അവർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു സംഘർഷം അവിടെ ഉണ്ടായി. കോഴിക്കോട് പ്രധാന പാത ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പുഷ്പ ജംഗ്ഷൻ. അവിടെയാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് മുഴുവൻ ഇന്ന് വിവിധ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെയും വിവിധ മഹിളാ സംഘടനകളുടെയും ഒക്കെ പ്രതിഷേധം അതൊരു വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് നടന്ന പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അത് ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കടന്നു. പോലീസ് വാഹനത്തിലേക്ക് പ്രതിഷേധക്കാരെ കയറ്റിയിട്ടും അവർ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്.